മൗണ്ട് താബോറിലെ ബാലികാ പീഡകനെ രക്ഷിക്കുവാൻ പോലീസും ചൈൽഡ് ലൈനും. മൗണ്ട് താബോർ സ്കൂളിലെ ഞരമ്പ് രോഗിയായ അധ്യാപകനെതിരെ വിദ്യാർത്ഥികൾ സമരത്തിന് എന്ന തലക്കെട്ടോടുകൂടി i2y ന്യൂസ് ഇന്നലെ ഒരു വാർത്ത നൽകിയിരുന്നു. ഓർത്തഡോക്സ് സഭയുടെ അധീനതയിലുള്ള പത്തനാപുരം മൗണ്ട് താബോർ ദയറയുടെ കീഴിലുള്ള മൗണ്ട് താബോർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1, +2 വിദ്യാർത്ഥികൾ, ഏതാണ്ട് 23ഓളം വിദ്യാർത്ഥിനികൾക്ക് ആ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായ മനോജിന്റെ ഭാഗത്തു നിന്നും ലൈംഗികമായി ഉപദ്രവമുണ്ടായി എന്ന തരത്തിൽ വലിയ പരാതികൾ ഉയർന്നിരുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളായി കുട്ടികൾക്ക് ഇയാളുടെ ഭാഗത്തു നിന്നും പീഡനങ്ങൾ ഉണ്ടാകുന്നു. ഈ അടുത്ത ദിവസവും അത്തരത്തിലുള്ള ഉപദ്രവമുണ്ടായി. അതിനെ തുടർന്ന് അവിടെ വലിയ സംഭവവികാസങ്ങൾ ഉണ്ടായി. വിദ്യാർത്ഥികൾ സംഘടിച്ച് സമരം നടത്തി. PTA നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ പലവട്ടം മീറ്റിങ്ങുകൾ കൂടി, ചർച്ചകൾ നടന്നു. അവസാനം മാനേജ്മെന്റ് ഇയാളെ ഡിസ്മിസ് ചെയ്യുമെന്ന് വാക്കുകൊടുത്തു. ഏതാനും ദിവസമായി ഈ അധ്യാപകൻ സ്കൂളിൽ വരുന്നില്ല. ഇപ്രകാരമൊക്കെ പല സംഭവവികാസങ്ങൾ നടന്നിട്ടും ഏറ്റവും ഗുരുതരമായ ഒരു കുറ്റം അവിടെ നടന്നത്, ഇത് പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ല, ഈ വിഷയം ആരും അറിയിച്ചില്ല എന്നുള്ളതാണ്. പോക്സോ നിയമത്തിന്റെ സെക്ഷൻ 21 പ്രകാരം ഒരു പോക്സോ കുറ്റകൃത്യം നടന്നു എന്നറിഞ്ഞാൽ ആ അറിഞ്ഞ വ്യക്തി എത്രയും വേഗം പോലീസിലോ ചൈൽഡ് ലൈനിലോ ഇൻഫോം ചെയ്തില്ല എങ്കിൽ 6 മാസം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് അവർ ചെയ്യുന്നത്. ഇപ്രകാരം പരിശോധിച്ചു കഴിഞ്ഞാൽ ആ സ്കൂൾ അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും അതുപോലെ തന്നെ ഈ കുട്ടികളുടെ പേരൻസും അവരുമായി ബന്ധപ്പെട്ടവരുമെല്ലാം ഈ പോക്സോ നിയമപ്രകാരം കേസിലെ പ്രതികളാകുവാൻ വളരെ സാധ്യതയാണ്. ഇവർക്ക് കുറഞ്ഞത് 6 മാസം തടവ് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയും ഗുരുതരമായ ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഈ വിഷയം എങ്ങനെയാണ് അറിയുന്നതെന്ന് ചോദിച്ചാൽ, ഈ പ്രശ്നം വഷളായി സമരമാകുന്നു, മാധ്യമങ്ങളിലൂടെ വാർത്ത വരുന്നു, ഈ വിക്ടിംസിന്റെ പേരൻസും ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ആളുകളുമെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അങ്ങനെ പോക്സോ കേസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പോക്സോ നേച്ചറുള്ള ഒരു കുറ്റകൃത്യം അവിടെ നടന്നു എന്നറിഞ്ഞ് ഉടൻ തന്നെ ഞങ്ങൾ ചെയ്തത് ആദ്യം അത് കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഈ സ്കൂളിലെ ഏതാണ്ട് 7ഓളം മാതാപിതാക്കളെ, ഇരയായ കുട്ടികളുടെ മാതാപിതാക്കളെ നേരിട്ട് ബന്ധപ്പെട്ടു. അവരെന്നോട് കൃത്യമായി കാര്യങ്ങൾ കൺഫസ് ചെയ്തു. തങ്ങളുടെ കുട്ടികൾക്കും തങ്ങളുടെ സുഹൃത്തുക്കളുടെ കുട്ടികൾക്കുമെല്ലാം ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായി. കൊട്ടാരക്കരയിലെ ഒരു സൈബർ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകൾക്കടക്കം ഇത്തരം ദുരനുഭവം ഉണ്ടായി. പക്ഷേ അവരാരും പുറത്തു പറയുന്നില്ല. കാരണം നാണക്കേട്. ചിലരോട് പറയുന്നു ഇത് അവരുടെ ഇന്റേണൽ മാർക്ക് കുറയ്ക്കും, കുട്ടികളുടെ ഭാവി തുലയ്ക്കും, കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരും, കോടതി ചെന്ന് കഴിഞ്ഞാൽ പിള്ളേരെ പച്ചയ്ക്ക് വക്കീൽ വലിച്ചു കീറും, പോലീസ് സ്റ്റേഷനിലൂടെ ഇട്ട് നടത്തിക്കും, കുട്ടികളെ അതിലും ക്രൂരമായി പീഡിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരാകെ ഭയപ്പെട്ടിരിക്കുകയാണ്, മാതാപിതാക്കളും കുട്ടികളും. അതുകൊണ്ടാണ് ഞങ്ങൾ പരാതി കൊടുക്കാത്തത് എന്നാണ് ഈ മാതാപിതാക്കൾ എന്നോട് കൺഫസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കൃത്യമായി ഇപ്രകാരം ഒരു കുറ്റകൃത്യം അവിടെ നടന്നു എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഇദ്ദേഹം മുൻപ് പഠിപ്പിച്ച ഐഡിയൽ എന്ന് പറയുന്ന ട്യൂട്ടോറിയൽ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടികളും കൃത്യമായി പറഞ്ഞു, ഇയാൾ ഇതുപോലൊരു ഞരമ്പ് രോഗിയാണ്, ഇയാൾക്ക് ഇതുപോലൊരു വൈകൃത സ്വഭാവമുണ്ട്, ഞങ്ങളത് നേരിട്ട് കണ്ടിട്ടുണ്ട്, ഇയാൾക്കെതിരെ ഏത് കോടതിയിൽ വന്ന് ഞങ്ങൾ മൊഴി തരാമെന്ന് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തി. അങ്ങനെ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പോക്സോ കുറ്റകൃത്യം അവിടെ നടന്നിട്ടുണ്ട്. അത് ഒരാൾക്കല്ല, നിരവധി കുട്ടികൾക്ക്, പ്രാഥമികമായി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 50ഓളം കുട്ടികൾക്ക് തന്നെ ഇയാളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ പീഡനം എന്ന് പറയുമ്പോൾ ഈ ശാരീരികമായ ക്രൂരമായ അത്തരത്തിലല്ല, പക്ഷെ ഇയാളൊരു വൈകൃത സ്വഭാവമുള്ള ഇയാൾ കുട്ടികളെ മുട്ടുക, തട്ടുക, ഇയാളുടെ നഗ്നത പ്രദർശിപ്പിക്കുക, ഇത്തരമൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ്. അതല്ലാതെ മറ്റു തരത്തിലുള്ള കാര്യങ്ങളല്ല. എങ്കിലും ഇതിൽ പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതായ കുറ്റകൃത്യം ഇയാൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പായതിന്റെ പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ വാർത്ത കൊടുക്കുന്നതിന് മുമ്പായി ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംസ്ഥാന പോലീസ് മേധാവിക്ക് തന്നെ വളരെ വിശദമായ പരാതി നൽകി. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ പത്തനാപുരം പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഒരു പരാതി കൊടുക്കാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിവരം അറിയുവാൻ ഞങ്ങൾ SHOയുടെ ഫോണിൽ ഇന്നലെ 4 തവണ വിളിച്ചു. ഓർക്കുക, ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് പറയുന്ന ഒരു സുപ്രധാന പദവിയിലിരിക്കുന്ന ഒരാൾക്ക്
സംസ്ഥാന സർക്കാർ, സംസ്ഥാന പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗികമായി മൊബൈൽ നൽകിയിരിക്കുന്നത് അയാൾക്ക് കിന്നരിക്കാനോ സൊള്ളാനോ അല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് ആളുകൾ വിളിക്കുമ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യാനും കൂടിയാണ്. അപ്രകാരം ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ ഞാൻ 4 പ്രാവശ്യം വിളിച്ചു, അദ്ദേഹം ഫോൺ എടുത്തില്ല. അതുപോലെ തന്നെ സ്റ്റേഷനിൽ വിളിച്ചു, ഒരു കൃത്യമായ മറുപടി നൽകുന്നില്ല. അയാൾ ഉച്ചയായപ്പോൾ വിളിച്ചപ്പോൾ ഇനി 4 മണിക്കേ വരത്തുള്ളൂ, വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ പോയേക്കാണ്, പ്രധാനപ്പെട്ട SI-മാരും എല്ലാം അന്നേരമേ വരത്തുള്ളൂ എന്നാണ് അറിഞ്ഞത്. കൃത്യമായൊരു വിവരം ലഭിച്ചില്ല. അത് മാത്രമല്ല, ഇപ്രകാരം ഒരു പോക്സോ കുറ്റകൃത്യം നടന്നു എന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൃത്യമായി അവർക്ക് നേരിട്ട് അറിവുള്ളതാണ്. ഈ കുട്ടികളും അവരുടെ പേരൻസും നേരിട്ട് ഇന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞപ്പോൾ വിട്ടുകള, ഇതിൻ്റെയൊക്കെ പുറകെ പോയാൽ വള്ളിക്കെട്ടാകും, കോടതി കയറി ഇറങ്ങി മടുക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി, അവരെ ഭയപ്പെടുത്തി തിരിച്ചുവിടുകയായിരുന്നു. വീണ്ടും ഈ ഞരമ്പ് രോഗിയായ അധ്യാപകൻ ഈ പണി തുടർന്നപ്പോൾ, കഴിഞ്ഞ ദിവസം അവിടെ സമരം വന്നപ്പോഴും ഈ പോലീസുകാർ ഇതെല്ലാം പറഞ്ഞതാണ്. എന്നിട്ടും ഈ ഇരകളുടെ അടുത്ത് അല്ലെങ്കിൽ ഈ മാതാപിതാക്കളുടെ അടുത്ത് അവർ ഒരു അന്വേഷണം നടത്തി, പ്രാഥമികമായി തന്നെ ഒരു അന്വേഷണം നടത്തിയാലും ഇപ്രകാരം ഒരു കുറ്റകൃത്യം നടന്നു എന്ന് വ്യക്തമായി തെളിയിക്കാൻ പറ്റാവുന്ന തെളിവുകളുള്ള സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ FIR എടുത്ത് ഇയാളെ റിമാൻഡ് ചെയ്യാമെന്നിരിക്കെ യാതൊന്നും ചെയ്യാതെ ഈ പോലീസ് അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പത്തനാപുരം പോലീസിന് പരാതി കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ നേരിട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇന്നലെ പരാതി നൽകിയതിനു ശേഷമാണ് ഞാനിത് വാർത്ത നൽകിയത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും ചൈൽഡ് ലൈനിന്റെ ഭാഗത്തു നിന്നും വളരെ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടികൾ തന്നെ ചൈൽഡ് ലൈനിൽ നേരിട്ട് വിളിച്ചു. കൊല്ലം ജില്ലയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥയോട് അവർ നേരിട്ട് സംസാരിച്ചു. അവർ എത്തി എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ചൈൽഡ് ലൈനിലേക്ക് ഇപ്രകാരം ഒരു വിവരം ലഭിച്ചു കഴിഞ്ഞാൽ പാലിക്കേണ്ടുന്ന യാതൊരു പ്രോട്ടോക്കോളുകളും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. ആ കുട്ടികൾക്ക് ഇപ്രകാരം ചൈൽഡ് ലൈനിൽ ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടുന്നത് ആ കുട്ടികൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം എവിടെയാണോ, അത് അവരുടെ വീടാവാം, അവരുടെ അവർക്ക് താല്പര്യമുള്ള ഏതെങ്കിലും പ്ലേസ് ആവാം, അവിടെ പോയി അവരുടെ താല്പര്യം അനുസരിച്ച് കുട്ടികളുടെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളുടെ സാന്നിധ്യത്തിൽ ആ കുട്ടിയുടെ മൊഴിയെടുക്കുക എന്ന് പറയുന്നതാണ് പ്രാഥമികമായി എത്രയും വേഗം ചെയ്യേണ്ടുന്നത്. അവിടെ ഒരു പോലീസുകാരുടെ പ്രസൻസോ അല്ലെ ഒരു പോലീസിങ്ങോ ഒരു ഔദ്യോഗികമായ ഒരു ചട്ടക്കൂടിലോ ഒന്നും വരാൻ പാടില്ല. കുട്ടികൾക്ക് വളരെയേറെ കോൺഫിഡൻസ് കൊടുത്ത് അവർക്ക് നേരിട്ട ബുദ്ധിമുട്ട് ആ കുട്ടികൾക്ക് പറയുവാനുള്ളൊരു മാനസികാവസ്ഥ ഉള്ള ഒരു പ്ലേസിലേക്കാണ് അവരെ വിളിച്ച് അല്ലെങ്കിൽ അവിടേക്ക് പോയിയാണ് ചെയ്യേണ്ടുന്നത്. എന്നാൽ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ ഇത് അറിയിക്കുകയും സ്കൂളിലെ അധ്യാപകരെ കൊണ്ട് തന്നെ ഇവരെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് എഴുതി മേടിപ്പിക്കുവാനും ഒക്കെയുള്ള ഹീനമായ ശ്രമങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അന്നേരം ഇതിൽ നിന്ന് മനസ്സിലാക്കാം ചൈൽഡ് ലൈനും ഈ മാനേജ്മെന്റിനെ രക്ഷിക്കുവാൻ വേണ്ടി അവിടെ ഒത്തുകളിക്കുകയാണ്. വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് ചൈൽഡ് ലൈനിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ആ ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥയെ വിളിക്കുകയുണ്ടായി. അപ്പോൾ അവർ പറയുന്നത് ഞാൻ വേറെ എന്ത് ചെയ്യാനാണ്, അതിലൊരു പ്രാഥമികമായി ചൈൽഡ് ലൈനിൽ ഇരിക്കുന്നവർക്ക് പോലും ഒരു പോക്സോ കേസ് ഉണ്ടായാൽ അപ്രകാരം ഒരു വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായ ധാരണയില്ലാതെ, അതായത് വേട്ടക്കാരുടെ മുന്നിലേക്ക് തന്നെ ആ കുട്ടികളെ ഇട്ടുകൊടുക്കുന്ന സ്കൂളിലേക്ക്, അതായത് ആ സ്കൂളിലെ അധ്യാപകന്റെ ഭാഗത്തു നിന്നാണ് കുട്ടികൾക്ക് പീഡനം ഉണ്ടായിരിക്കുന്നത്. ആ സ്കൂൾ മാനേജ്മെന്റും സ്കൂൾ ടീച്ചേഴ്സും ഈ കുട്ടികളെ ബ്ലെയിം ചെയ്യുന്നു. അന്നേരം അപ്രകാരമുള്ള ടീച്ചേഴ്സിന്റെ മുന്നിൽ ചെന്ന് അവരെങ്ങനെ തങ്ങളുടെ മൊഴി കൊടുക്കും എന്ന് ചിന്തിക്കുവാനുള്ള ഒരു സാമാന്യ ബോധം പോലും ഇല്ലാത്തവരാണ് ചൈൽഡ് ലൈനിൽ ഇരിക്കുന്നതെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. യാതൊരു കാരണവശാലും ഇത്തരക്കാരെ, ഈ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ഇവറ്റകളെ അവിടെ വെച്ചു പൊറുപ്പിക്കരുതെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അതുപോലെ എന്നെ ശ്രമിക്കുന്ന പ്രേക്ഷകർ, പ്രത്യേകിച്ച് ഈ പേരൻസ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇപ്രകാരം ഒരു പോക്സോ കേസ് കുറ്റകൃത്യം നടന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടുന്നത് ചൈൽഡ് ലൈൻ 1098 എന്ന നമ്പറിൽ വിളിച്ച് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്രകാരം ചെയ്ത ഒരു സ്ഥലത്തെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അതുകൊണ്ടും ചൈൽഡ് ലൈനിൽ വിളിച്ചറിയിച്ചാൽ അവർ പ്രോപ്പറായി ചെയ്യുമെന്ന് കരുതരുത്. ഇതുപോലുള്ള ആളുകൾ അവിടെ കാണും. ഈ വിഷയങ്ങളെ അട്ടിമറിക്കുവാനും ഇതിനെ ഒരു കച്ചവടമാക്കുവാനുമുള്ള സാധ്യത ഇവർ തള്ളിക്കളയില്ല. ഇപ്രകാരമുള്ള കേസുകൾ വരുമ്പോൾ മാനം പോകാതിരിക്കുവാൻ വേണ്ടി എത്ര ലക്ഷം വേണേലും ഇവർ എറിയുവാൻ തയ്യാറായി നിൽക്കുന്ന സംവിധാനങ്ങളാണ് ഇതെന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് ആ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ആദ്യം ചൈൽഡ് ലൈനിൽ 1098 എന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് റിപ്പോർട്ട് ചെയ്യണം. പറ്റുമെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം, രേഖാമൂലം കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഈ വിവരം അറിയിക്കുക. പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എമർജൻസി നമ്പറായ 112 എന്ന നമ്പറിൽ വിളിച്ച് ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. അതും റെക്കോർഡ് ചെയ്യണം.
അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി രേഖാമൂലം നിങ്ങൾ പരാതി കൊടുക്കണം. അതിൻ്റെ റെസിപ്റ്റും നിങ്ങൾ ഉറപ്പായും മേടിക്കണം. ഇവർ പല ഒഴിവ് കഴിവ് പറയും, റെസിപ്റ്റ് തരാൻ പറ്റത്തില്ല, മറ്റേ സാറില്ല, മറ്റവരില്ല എന്നൊക്കെ പറയും. അതൊന്നും നിങ്ങൾ അനുവദിച്ചു കൊടുക്കരുത്. നിങ്ങൾക്ക് കൃത്യമായി പരാതി കൊടുത്താൽ അതിൻ്റെ റെസിപ്റ്റ് കൃത്യമായി നിങ്ങൾ മേടിക്കണം. അതോടൊപ്പം കൊടുക്കുന്ന പരാതിയുടെ ഇമെയിലിലും കൊടുക്കുക. പറ്റുമെങ്കിൽ അടുത്ത ദിവസമാണെങ്കിലും അത് രജിസ്റ്റേർഡ് വിത്ത് അക്നോളജ്മെന്റ്, രജിസ്റ്റേർഡ് ആയിട്ടും നിങ്ങളുടെ ഈ പരാതി ഈ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ ഇതിനുശേഷം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓരോ ജില്ലകളിലും CWC ഉണ്ട്. ആ CWCയെയും നിങ്ങൾ ഈ വിവരം അറിയിക്കണം. അതുപോലെ തന്നെ ഈ ബന്ധപ്പെട്ട പോലീസുകാരാണെങ്കിലും ചൈൽഡ് ലൈൻ ആണെങ്കിലും CWC ആണെങ്കിലും ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു നിയമപരമായ ബാധ്യതയാണ് ഈ ഇരയുടെ അല്ലെങ്കിൽ ഈ വിക്ടിംസിൻ്റെ അവരുടെ യാതൊരു തരത്തിലുള്ള ഐഡന്റിറ്റിയും വെളിവാകാത്ത തരത്തിൽ ഇത് അത്രത്തോളം കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കുക. ആ ഇരയുടെ പേരോ അവരുടെ ഐഡന്റിറ്റി തിരിച്ചറിയാൻ പറ്റാവുന്ന തരത്തിലുള്ള യാതൊരു കാര്യങ്ങളോ പുറത്തുവിടാതിരിക്കുക എന്ന് പറയുന്നത് നിയമപരമായ ഒരു ബാധ്യതയാണ് എല്ലാവരുടെയും. അത് മാധ്യമങ്ങളുടെയും പോലീസിൻ്റെയും ചൈൽഡ് ലൈനിൻ്റെയും ബാധ്യതയാണ്. അതുപോലെ ഞാൻ പറഞ്ഞു, ഈ പോക്സോ നിയമത്തിലെ സെക്ഷൻ 21 അനുസരിച്ച് ഇപ്രകാരം ഒരു കുറ്റകൃത്യം നടന്നു എന്നറിഞ്ഞിട്ടും അത് പോലീസിനെയോ ചൈൽഡ് ലൈനെയോ അറിയിക്കാതിരുന്നാൽ 6 മാസം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ഇപ്രകാരം ചെയ്യുന്നവർക്കെതിരെ പോക്സോ കേസ് എടുക്കുവാനുള്ള നിയമം ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. പലപ്പോഴും ഈ പോലീസുകാരും ഈ ചൈൽഡ് ലൈൻകാരും തന്നെ ഈ ഇരകളെയും അവരുടെ വീട്ടുകാരെയും ഭയപ്പെടുത്താറുണ്ട്. ഇത് വിട്ടുകളാ, കോംപ്രമൈസ് ആക്ക്, ഇതിൻ്റെ പുറകെ നടന്നാൽ തലവേദനയാണ് എന്ന തരത്തിൽ ഇവരെ ഭയപ്പെടുത്താറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ പോക്സോ നിയമപ്രകാരം ഈ ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും എല്ലാ തരത്തിലുള്ള സംരക്ഷണവും സുരക്ഷയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതൊന്നും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതുപോലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ കുറ്റപ്പെടുത്തരുത്. അത് മാതാപിതാക്കളായിക്കോട്ടെ ബന്ധപ്പെട്ട അധികാരികളായിക്കോട്ടെ ഈ വിക്ടിംസിനെ കുറ്റപ്പെടുത്തരുത്. അവരെ ചേർത്ത് നിർത്തുക, അവർക്ക് വേണ്ടുന്ന മാനസികമായ ബലം നൽകുക. ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, ഒന്നും സംഭവിക്കില്ല എന്ന തരത്തിൽ ആ കുട്ടികളുടെ ആ ഒരു മെന്റൽ ട്രോമ കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് ആശ്വാസം നൽകുക. അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അവരെ ഹാൻഡിൽ ചെയ്യുക. ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയാൽ അല്ലെങ്കിൽ ഒരു പോലീസ് വന്നാലോ അല്ലെങ്കിൽ ഈ മൊഴി ചൈൽഡ് ലൈൻകാർക്ക് കൊടുക്കുമ്പോഴോ കുട്ടിയെ ഒറ്റയ്ക്ക് നിങ്ങൾ വിടരുത്. അല്ലെങ്കിൽ കുട്ടിക്ക് ഭയമുണ്ടാവും, അല്ലെ കുട്ടി പ്രോപ്പറായിട്ട് അത് റെസ്പോണ്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഈ നിയമം അനുശാസിക്കുന്നു, ആ കുട്ടിയോടൊപ്പം മാതാപിതാക്കളോ അല്ലെങ്കിൽ കുട്ടിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളോ അവരുടെ സാമീപ്യത്തിൽ വേണം അവരുടെ മൊഴിയെടുക്കുവാൻ. അതുകൊണ്ട് കുട്ടിയെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞ് വിടരുത്. ആ കുട്ടിയോടൊപ്പം മാതാപിതാക്കളുടെ സാന്നിധ്യമാവാം, അതല്ലെങ്കിൽ ആ കുട്ടിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള വിശ്വാസമുള്ള ആരെങ്കിലും ആ കുട്ടിയോടൊപ്പം ഒരാളെ നിർത്താം. അങ്ങനെ മാത്രമേ മൊഴി കൊടുക്കാവൂ. അതല്ലാതെ കുട്ടിയെ ഒറ്റയ്ക്ക് ഇവർ കൊണ്ടുപോയി എടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മാനിപ്പുലേഷനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുട്ടി പറയുന്ന അതേ ഭാഷയിൽ തന്നെ മൊഴി രേഖപ്പെടുത്തുക. പലപ്പോഴും ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടി ഒന്ന് പറയുന്നു, എന്നാൽ ആ ഭാഷ മാറ്റി വേറെ എങ്ങനെ വേണേലും കോടതിയിൽ വളച്ചൊടിക്കാവുന്ന തരത്തിലേക്ക് ഈ മൊഴി എടുക്കുന്ന ആളുകൾ ആ മൊഴി മാറ്റി എഴുതുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ പറയണം. നിങ്ങൾ മാതാപിതാക്കളും അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നവരും ശ്രദ്ധിക്കേണ്ടത് ആ കുട്ടി പറയുന്ന അതേ ഭാഷയിൽ ആ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പലതരത്തിലുള്ള മാനിപ്പുലേഷനും നടത്തും. ഈ മൊഴിയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ ആ കേസ് തന്നെ പൊളിയാനുള്ള സാധ്യതയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് കുട്ടി പറയുന്ന മൊഴി വളരെ കൃത്യമായും വ്യക്തമായും അത് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്, അതേ ഭാഷയിലാണ് രേഖപ്പെടുത്തുന്നതെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. അതുകൂടാതെ കുട്ടിക്ക് എന്തെങ്കിലും വൈദ്യസഹായം ആവശ്യമുണ്ടെങ്കിൽ അത് പോലീസിനെ കൊണ്ടോ ചൈൽഡ് ലൈനിനോ ഇടപെട്ട് തന്നെ ആ കുട്ടിക്ക് വേണ്ടുന്ന വൈദ്യസഹായം, അതല്ലെങ്കിൽ മാനസികമായ എന്തെങ്കിലും സ്ട്രെസ്സോ ഉണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ മാനസിക രോഗ വിദഗ്ധരുടെയോ ഒക്കെ ഒരു സേവനം ആവശ്യമെങ്കിൽ അത് എത്രയും വേഗം അവർക്ക് ഉറപ്പാക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം ഒരു പോക്സോ വിവരം, ഒരു പോക്സോ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പോലീസ് ചെയ്യേണ്ടുന്നത് അതിൽ FIR ഇടുക എന്നുള്ളതാണ്. അപ്രകാരം ഒരു വിവരം ലഭിച്ചു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും താമസിക്കാതെ ആ പ്രതിക്കെതിരെ FIR ഇടുക. വൈകിപ്പിച്ചാൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുവാനുള്ള വകുപ്പുണ്ട്. അതുപോലെ തന്നെ ആ FIRന്റെ ഒരു കോപ്പി സൗജന്യമായി ആ പരാതിക്കാരന് കൊടുക്കുവാനുള്ള ബാധ്യതയും പോലീസിനുണ്ട്. അതുപോലെ തന്നെ കുട്ടിയുടെ മൊഴി എത്രയും വേഗം രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞു, കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അവരുടെ മാതാപിതാക്കളോ ആ കുട്ടിക്ക് വിശ്വാസമുള്ള ഒരാളുടെ സാന്നിധ്യത്തിൽ മാത്രമേ മൊഴി രേഖപ്പെടുത്താവൂ. കൃത്യമായി കുട്ടി കൊടുക്കുന്ന ആ മൊഴി അതേ ഭാഷയിൽ
അവർ എഴുതുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പാക്കുക. അത് മേടിച്ച് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഒപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പോലീസ് യാതൊരു കാരണവശാലും ഔദ്യോഗിക വേഷത്തിൽ കുട്ടിയുടെ വീട്ടിലേക്കോ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുവാനോ പോകാൻ പാടില്ല. യാതൊരു കാരണവശാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാവത്തോടെയോ അദ്ദേഹത്തിന്റെ വേഷവിധാനത്തോടെയോ മൊഴി രേഖപ്പെടുത്തുവാൻ പോകാൻ പാടില്ല. സിവിൽ ഡ്രസ്സിൽ കുട്ടിയോട് വളരെ മയത്തിൽ വളരെ തന്മയത്വത്തോടു കൂടി സംസാരിച്ച് മാത്രമേ കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്താവൂ. അതുപോലെ ഇതിൻ്റെ രഹസ്യ സ്വഭാവം, യാതൊരു കാരണവശാലും ഈ മൊഴിയുടെ പകർപ്പ് മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ കൈമാറുകയോ മാധ്യമങ്ങൾക്ക് കൈമാറുകയോ പുറത്തുവിടുകയോ പോലീസ് ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ പോലീസ് ഇപ്രകാരം ഒരു കുറ്റകൃത്യം നടന്നതായി വിവരം ലഭിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ CWCയെ വിവരം അറിയിക്കണം. ആ CWCയെ വിവരം അറിയിക്കുവാൻ പോലീസ് സമ്മതിച്ചാൽ പോലും അത് കടുത്ത ഒരു കുറ്റമായി പരിഗണിക്കും. പിന്നെ യാതൊരു കാരണവശാലും ഇപ്രകാരം ഒരു പരാതി കൊടുത്താൽ ആ കുട്ടിയെയോ അവരുടെ മാതാപിതാക്കളെയോ രാത്രി കാലങ്ങളിലോ സന്ധ്യാസമയങ്ങളിലോ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാൻ പാടില്ല. അവർ അവരുടെ വീട്ടിൽ പോയി വേണ്ട വിവരങ്ങൾ ശേഖരിക്കണം. യാതൊരു കാരണവശാലും ആ ഇരയെയോ അവരുടെ മാതാപിതാക്കളെയോ സ്റ്റേഷനിൽ വിളിച്ചിരുത്തുകയോ രാത്രിയിൽ വിളിപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ എത്രയും വേഗം ഈ കുട്ടിയെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കൊണ്ടുപോയി 164 സ്റ്റേറ്റ്മെന്റ് നൽകിക്കുക. അത് വളരെ രഹസ്യ സ്വഭാവമുള്ളതാണ്. അത് മറ്റാരും അവിടെ കാണില്ല. അത് നൽകുവാൻ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ആ 164 സ്റ്റേറ്റ്മെന്റ് എത്രയും വേഗം മജിസ്ട്രേറ്റിന് മുന്നേ കൊണ്ടുപോയി കുട്ടിയെ നൽകുക. ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേരൻസിനും മാതാപിതാക്കൾക്കും ഒരു അവയർനെസ് ഉണ്ടാവണം. ഇതിൽ പേടിക്കേണ്ടെന്ന് യാതൊരു കാരണവുമില്ല. ഈ പത്തനാപുരത്തെ ഈ വിഷയത്തിൽ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നും വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ ആ മാതാപിതാക്കളോ ആ സ്കൂൾ അതോറിറ്റിയോ വേണ്ട രീതിയിൽ ഇത് പ്രോപ്പറായിട്ടുള്ളത് ഇൻഫോം ചെയ്തിട്ടില്ല. ആ ഇൻഫോം ഇപ്പോൾ പോലീസുകാർ പറയുന്നത് കഴിഞ്ഞ ദിവസം അവർ ഇൻഫോം ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ അത് വൈകിയാണെങ്കിലും ഇൻഫോം ചെയ്തിട്ട് പോലും ഈ അധ്യാപകനെതിരെ FIR ഇടുകയോ അയാളെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ CWCയുടെ ഭാഗത്തു നിന്നും വളരെ ഗുരുതരമായ വീഴ്ചയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നാണെങ്കിലും നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് നാളെ ഈ CWC അംഗങ്ങൾ അവിടെ സ്കൂളിൽ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മുൻപ് ഒരു തിരക്കഥ തയ്യാറാക്കിയിരുന്നു. CWC എത്തുമ്പോൾ ഈ അധ്യാപകർ തന്നെ കുട്ടികളെ കൊണ്ട് ഇത് എഴുതിപ്പിച്ച് ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് എഴുതി കൊടുക്കുവാനുള്ള ക്രമീകരണങ്ങളാണ്, അത് അപ്രകാരം ഈ കേസ് അട്ടിമറിക്കുവാനുള്ള ക്രമീകരണങ്ങളാണ് അവർ നടത്തിയിരിക്കുന്നത്. മാതാപിതാക്കൾ യാതൊരു കാരണവശാലും ഇത് അംഗീകരിക്കരുത്. CWC അംഗങ്ങളെ നിങ്ങൾക്ക് സൗകര്യമുള്ള കുട്ടിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏരിയയിലേക്ക് വിളിച്ച് നിങ്ങളുടെ മൊഴി കൊടുക്കുക. അത് സ്കൂളിൽ കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യമില്ല. ഈ ഇരകൾ അല്ലെങ്കിൽ ഈ പ്രതികളായ അതല്ലെങ്കിൽ ഇതിൻ്റെ കുറ്റക്കാരായ ആ സ്കൂളിലും സ്കൂൾ അധികൃതരുടെയും സാന്നിധ്യത്തിൽ യാതൊരു കാരണവശാലും കുട്ടികൾ തങ്ങൾക്കുണ്ടായ അനുഭവം പറയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസിലേക്ക് വിളിച്ച് നിങ്ങളുടെ മൊഴി കൊടുക്കുക. പരമാവധി ഈ പേരൻസ് ഒരുമിച്ച് നിന്ന് നിങ്ങൾ ഇതിൽ ഫൈറ്റ് ചെയ്യുക. യാതൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. പക്ഷേ നിങ്ങളത് കൊടുത്തില്ല എങ്കിൽ ഈ മാതാപിതാക്കളടക്കം പോക്സോ കേസിൽ പ്രതികളാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഏതാണ്ട് 10ഓളം മാതാപിതാക്കൾ എന്നോട് കൺഫസ് ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്, തങ്ങളുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ തങ്ങൾക്കറിയാവുന്ന ഇന്നാർക്ക് സംഭവിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്നൊക്കെ കൺഫസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അപ്രകാരം ഒരു മൊഴി നിങ്ങളുടെ ഭാഗത്ത് നൽകിയില്ല എങ്കിൽ തീർച്ചയായും ഈ വൈദികനെയും ഈ സ്കൂളിനെയും വെറുതെ വിടുവാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ തീർച്ചയായും കോടതിയെ ഞങ്ങൾ നേരിട്ട് സമീപിക്കും. ഇത് കോടതിയിൽ നേരിട്ട് പ്രസന്റ് ചെയ്ത് ഇതിൽ കുറ്റക്കാരായ മാതാപിതാക്കളടക്കം ആ സ്ഥാപനത്തിലടക്കമുള്ളവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. എന്നിട്ടേ ഞങ്ങൾ അടങ്ങൂ എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അതിനവസരം വരാതെ ഭയപ്പെടാതെ നിങ്ങൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. പോലീസിനെ പേടിക്കേണ്ട ആവശ്യമില്ല. CWCയെ പേടിക്കേണ്ട, ഈ സ്കൂൾ അതോറിറ്റിയെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമല്ല. ഇത്തരത്തിലുള്ള ഈ പീഡോഫീലിയ, ഈ രോഗികൾ, ഈ ഞരമ്പ് രോഗികൾ സമൂഹത്തിന് തന്നെ അപകടമാണ്. അതുകൊണ്ട് ഇവരെ മാതൃകാപരമായി, ഇത് 1-2 കുട്ടികളല്ല, 100 കണക്കിന് കുട്ടികൾക്ക്, ഇയാൾ പഠിപ്പിച്ച കുട്ടികൾക്ക്, പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഇയാളുടെ ഭാഗത്തു നിന്ന് ഇത്തരം ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇയാൾ യാതൊരു കാരണവശാലും ഒരു ക്ഷമ അർഹിക്കുന്നില്ല. ഒരു അധ്യാപകനാണെന്ന് ഓർക്കണം. തൻ്റെ വിദ്യാർത്ഥികളെ, തൻ്റെ കുഞ്ഞുങ്ങളോട് മാന്യമായി പെരുമാറേണ്ടുന്ന ഒരു അധ്യാപകനാണ് ഇത്തരം പണികൾ കാണിച്ചതെന്ന് ഓർക്കണം. ആ കുട്ടികളുടെ മനസ്സിൽ അത്രത്തോളം വലിയ ട്രോമ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങൾ ഇതിനെ ക്ഷമിച്ച് കളയാൻ പാടില്ല. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക. ഈ കുറ്റവാളിയെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കുവാൻ നിങ്ങൾ പരമാവധി പരിശ്രമിക്കുക. ഞങ്ങൾക്ക് പറ്റാവുന്ന എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഭയപ്പെടാതെ നിങ്ങൾ തിങ്കളാഴ്ച ഈ വിവരം പ്രോപ്പറായിട്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. ചൈൽഡ് ലൈൻ പ്രവർത്തകർ വരുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കണം. അവർ രേഖാമൂലം പരാതി നൽകണം. ഈ കുറ്റവാളി ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.